പ്രിയപ്പെട്ട യാത്രക്കാരെ, ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് സഞ്ചാരി ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇന്നത്തെ നമ്മുടെ യാത്ര ചെപ്പാറ മുനിയറ കാണുവാനാണ്. തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി റോഡിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ച് കൂറാഞ്ചേരി ജംഗ്ഷനിൽ എത്തി വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ ദൂരം കൂടി യാത്ര ചെയ്താൽ ചെപ്പാറയിൽ എത്തിച്ചേരുവാൻ കഴിയും. കൂറാഞ്ചേരി മുതൽ ചെപ്പാറ വരെയും വളരെ മനോഹരമായ റോഡാണ് ഉള്ളത്. വടക്കാഞ്ചേരി മണ്ണുത്തി എന്നീ ഭാഗത്തെ മലനിരകൾ ഇവിടെ നിന്നാൽ കാണുവാൻ കഴിയുന്നതാണ്. പാറയുടെ താഴെ ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യുവാൻ സൗകര്യം ഉണ്ട്. റോഡിൽ നിന്നും 100 മീറ്റർ ഉയരത്തിൽ ഏകദേശം 6 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന പാറയാണ് ഇത്. പാറയുടെ മുകളിലേക്ക് കയറുവാനായി ഹാൻഡ് റെയിൽ അഥവാ കമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ശിലായുഗ കാലഘട്ടത്തിൽ ഈ പാറയിൽ മുനിമാർ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുനിമാർ ഉപയോഗിച്ചിരുന്ന 3 മുനിയറകൾ ഇവിടെ ഉണ്ടായിരുന്നു. കാലക്രമേണ മുനിയറകൾ നാമാവശേഷമായി പോയി. ഏകദേശം 25 കൊല്ലം മുമ്പ് വരെയും വലിയ കേടുപാടുകൾ ഇല്ലാതെ നിലനിന്നിരുന്ന മുനിയറകൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞതിനു ശേഷമാണ് സംരക്ഷിത സ്മാരകമാക്കി കമ്പിവേലി കെട്ടി തിരിച്ചത്. ഇന്ന് അവ കാണുമ്പോൾ അത് എന്താണെന്ന് പോലും സഞ്ചാരികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഈ മുനിയറകൾ ആദ്യകാലങ്ങളിൽ ഒരു ചെപ്പ് കമഴ്ത്തി വെച്ചതുപോലെ കണ്ടിരുന്നതിനാൽ നാട്ടുകാർ ഈ പാറയെ ചെപ്പ് പാറ എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. പിന്നീട് കാലാന്തരത്തിൽ അത് ലോപിച്ച് ചെപ്പാറ എന്നായി മാറി. മലയുടെ കിഴക്ക് ഭാഗത്ത് മുനിമാർ താമസിച്ചിരുന്ന ഗുഹകൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ച് പഠിക്കുവാനോ അവ കണ്ടെത്തുവാനോ പുരാവസ്തു വകുപ്പ് തയ്യാറായിട്ടില്ല. തെക്ക് വടക്ക് ദിശയിൽ നീണ്ടു പരന്നാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയം വ്യക്തമായി കാണുവാൻ കഴിയുമെങ്കിലും സൂര്യാസ്തമയം ഇവിടെ നിന്നാൽ ദൃശ്യമാവുകയില്ല. 2 പാറകൾ ഒരുമിച്ച് ചേരുന്ന തുറസായ സ്ഥലത്ത് ശുദ്ധജല തടാകം മഴക്കാലത്ത് ദൃശ്യമാകുന്നതാണ്. നല്ല വേനൽക്കാലത്ത് ഇത് വറ്റിപ്പോകാറും ഉണ്ട്. രാത്രികാലങ്ങളിൽ പ്രകാശം പരത്തുന്നതിന് വലിയ ലൈറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് കുറച്ചു സമയം ചെലവഴിക്കുന്നതിനായി നിരവധി സഞ്ചാരികൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിച്ചേരുക പതിവാണ്. ഉച്ചസമയത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്നതിനാൽ അന്നേരങ്ങളിൽ യാത്രക്കാർ മല സന്ദർശിക്കുവാൻ കയറാറില്ല. തൃശ്ശൂരിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചെപ്പാറ വരും വർഷങ്ങളിൽ കൂടുതൽ പുരോഗതിയോടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലമായി മാറും എന്നതിൽ സംശയമില്ല. തൃശ്ശൂർ ജില്ലയിലെ അടുത്ത മനോഹരമായ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോടൊപ്പമുള്ള യാത്രകളിൽ നിങ്ങൾക്കും കൂടെ പങ്കുചേരാം.